വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് ഏകദേശം നാസ്താക്ക് ഇപ്പം വാട്ട് ഈസ് ദ ടൈം ഇൻ USA നൗ നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കാം 2:16 PM. അപ്പോൾ നമ്മൾ നാസ്താക്കിൻ്റെ ലൈവാണ്. നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഇത്. എന്നിട്ട് നമ്മളിവിടെ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇച്ചിരി ഒരു മുകളിൽ വെച്ചിരിക്കുക. ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം ഒരു ട്രേഡ് ചെയ്തായിരുന്നു, അതിനുശേഷം ആ ട്രേഡ് ഫെയിലായിപ്പോയി. ഇവിടെ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ഇത് രണ്ടാമത്തെ ട്രേഡാണ് ഇന്നത്തെ. അപ്പം കൺസിസ്റ്റൻ്റ് ഒരു റാലിയാണ്. 304 പോയിൻറ്റോളം മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ 1 ഹവറിൻ്റെ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് സംഭവം. 1 ഹവറിൻ്റെ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു ഇംബാലൻസോടുകൂടി ഇവിടെ ഒരു സെല്ലിങ് വരുന്നുണ്ട്. ഉണ്ടോ? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ഇംബാലൻസോടുകൂടി ഒരു സെല്ലിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ആയിരുന്നു. സോ ഈ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയുടെ മുകളിൽ എന്താണെങ്കിലും അവിടെ ഒരു സിവിയർ സെല്ലിങ് വരും. ഈ ഇംബാലൻസ് ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഇതിന് മുകളിലെ പ്രൈസ് ടാപ്പ് ചെയ്യും, വേണമെങ്കിൽ ടാപ്പ് ചെയ്യും നമുക്ക് പറയാം. പക്ഷേ ഇവിടെ 4 ഹവറിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോഴത്തേനും ഇവിടെ 4 ഹവറിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോഴത്തേനും ഇവിടെ ഒരു വിക്കോട് കൂടി ഉള്ള ഒരു ഫോർമേഷനാണ്. ഇതുണ്ട്, ഫുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് കൺസിസ്റ്റന്റ് ഡൗൺ ട്രെൻഡിലേക്ക് വന്നു. അതുപോലെ തന്നെ തിരിച്ച് അതേ മൊമെൻറ്റത്തിൽ തിരിച്ച് മാർക്കറ്റ് പോയി. അപ്പോൾ ഇങ്ങനത്തെ മാർക്കറ്റ്, ഇങ്ങനെ ഹൈ മൊമെൻറ്റത്തിൽ മാർക്കറ്റ് മുകളിലോട്ടും താഴോട്ടും പോകുമ്പോൾ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രൈസ് മാനിപ്പുലേഷൻ എന്ന് പറയാൻ പറ്റും. ഓൺ എ മൈക്രോ ലെവൽ അല്ലേ. എ ഹൈ ഈസ് ക്രിയേറ്റഡ്, ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ടേക്കൺ, ലോ ഈസ് ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടേക്കൺ ആയില്ല, ആൻഡ് ദ പ്രൈസ് കം ടു മിറ്റിഗേറ്റ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ 4 ഹവറിൻ്റെ ടൈം ഫ്രെയിം നമ്മളോട് പറയുന്നത്. സോ 1 ഹവറിൻ്റെ നമുക്ക് ഈ 4 ഹവറിൻ്റെ നമ്മൾ പറയുമ്പോൾ പ്രൈസ് കമ്മിങ് ടു മിറ്റിഗേറ്റ് നമുക്ക് 1 ഹവറിൻ്റെ സ്ട്രക്ചറിൽ കാണാൻ പറ്റില്ല. ഇവിടെ എന്താണ് മിറ്റിഗേഷൻ ഉള്ള ഏരിയ എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഇതെന്ന് പറയുന്നത് 4 ഹവറിലാണെങ്കിൽ പോലും ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ട്. ഈ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. സോ ഇഫ് യു പ്ലോട്ട് എ ലൈൻ ലൈക്ക് ദിസ്, ഈ പുൾ ബാക്കിൻ്റെ ക്യാൻഡിലിൻ്റെ മുകളിൽ, സോ അതിൻ്റെ മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് ആണ് പുൾ ബാക്ക് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബിക്കോസ് ഇവിടെ ക്ലിയർ പുൾ ബാക്ക് സൈൻ ഉള്ളതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അത് നല്ലൊരു ഏരിയ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇനി ഇവിടെ നമ്മൾ നോക്കുന്നത്, ഇത് ഇന്നലത്തെ ട്രേഡാണ് കേട്ടോ. ഇത് ടാർഗറ്റ് ഹിറ്റ് ആയ ട്രേഡാണ്. അതിനുശേഷമാണ് ഇന്ന് ഹൈ മൊമെൻറ്റത്തിൽ പോയി. ഇൻ ബിറ്റ്വീൻ ഒരു ട്രേഡ് ചെയ്തു, അത് ഫെയിലായി പോയി, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ഇത് രണ്ടാമത്തെ ട്രേഡാണ്. അതുപോലെ 2 ട്രേഡൊക്കെ ചെയ്യുള്ളൂ, ചിലപ്പോൾ ഒരു ട്രേഡോ ചെയ്യുള്ളൂ അങ്ങനെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഇംബാലൻസ് ഫിൽ ഔട്ട് ചെയ്തു. ഇതും ഈ ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൻ്റെ ഡൈനാമിക്സ് താഴേക്കാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ നോക്കുന്നു. 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നോക്കുമ്പം നമുക്കിവിടെ അധികം കൺഫർമേഷൻസ് നമുക്ക് കിട്ടത്തില്ല. ഉണ്ടോ? അധികം നമുക്ക് കിട്ടത്തില്ല. സോ നമ്മൾ നോക്കുന്നത് എന്താണ്, 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ നോക്കുക. എന്താണ്, മൈനർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുക. മൈനർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോഴത്തേനും എന്താണ് ഇവിടെ കാണുന്നത്. ഇതാണ് നമ്മൾ വരച്ചിരിക്കുന്ന പുൾ ബാക്ക് ഏരിയ എന്ന് പറയുന്നത്. സോ ആ പുൾ ബാക്ക് ഏരിയയിൽ വീണ്ടും പ്രൈസ് ടാപ്പ് ചെയ്യുകയാണ്. ബിക്കോസ് അവിടെ ലോട്ട് ഓഫ് ഓർഡേഴ്സ് ഉണ്ട്. അത് മുഴുവനും ഒരു പ്രാവശ്യം കളക്ട് ചെയ്യുന്നു, 2 പ്രാവശ്യം കളക്ട് ചെയ്യുന്നു, 3 പ്രാവശ്യം കളക്ട് ചെയ്യുന്നു, മേ ബി 4 പ്രാവശ്യം കളക്ട് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും പ്രൈസ് താഴേക്ക് വരണം. അതാണ് ആത്യന്തികമായിട്ടുള്ള നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 1 മിനിറ്റ് സ്ട്രക്ചറിൽ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ടേക്കൺ, ലോ ഈസ് ടേക്കൺ, പ്രൈസ് കം ടു മിറ്റിഗേറ്റ് ആൻഡ് പ്രൈസ് കെയിം ഡൗൺ. ബിക്കോസ് ഇവിടെ ഈ പുൾ ബാക്ക് ലൈൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെ വീണ്ടും പ്രൈസ് സ്വീപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇനി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് മൊമെൻറ്റം കഴിഞ്ഞതിന് ശേഷം, ആ പ്രൈസ് മാനിപ്പുലേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ എൻട്രിക്ക് വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ഇവിടുത്തെ ആ മൊമെൻറ്റം ഏകദേശം തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ മൊമെൻറ്റം തീർന്നുകൊണ്ടാണ് നമ്മളിവിടെ എൻട്രി എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഏരിയ, ഈ ഫുൾ ബാക്ക് ലൈന് താഴെ മുകളിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ എൻട്രി എടുത്തതിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഇനിവേ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല. ഇൻ കേസ് മുകളിലേക്ക് പ്രൈസ് പോവുകയാണെങ്കിലും ഈ ഒരു അത്രയും ഹൈ മൊമെൻറ്റത്തിൽ വരത്തില്ല. മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി അത്ര ഹൈ മൊമെൻറ്റത്തിൽ വരത്തില്ല. സോ ഇപ്പോൾ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇനി വരുന്നത് നമ്മൾ നോക്കുന്നത്, മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ റിയലി ഡൗൺ ട്രെൻഡിങ് ആണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യണം. സോ റിയലി ഡൗൺ ട്രെൻഡിങ് ആണോ എന്ന് കൺഫേം ചെയ്യാം. സോ നമ്മൾ 30 സെക്കൻഡ്സിലേക്ക് നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് 10 സെക്കൻഡ്സിലേക്ക് നമുക്കൊന്ന് 30 സെക്കൻഡ്സിലേക്ക് നോക്കാം. 30 സെക്കൻഡ്സിലേക്ക് നോക്കുമ്പോൾ എന്താണ് സംഭവം, ഇവിടെ പുൾ ബാക്ക് അഗെയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ. സോ ദിസ് ഈസ് എ പുൾ ബാക്ക് ക്യാൻഡിൽ അല്ലേ. സോ ഇതൊരു പുൾ ബാക്ക് ക്യാൻഡിലാണ്. സോ അൾട്ടിമേറ്റ്ലി മാർക്കറ്റിന് എവിടം വരാം, ഈ പുൾ ബാക്ക് ഒന്നും കൂടെ വന്ന് സ്വീപ്പ് ചെയ്യാതെ വരെ നമുക്ക് സമയം കൊടുക്കാം. സോ അതുകൊണ്ടാണ് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് കയറി വരാൻ ശ്രമിക്കുന്നത്. അതിനുശേഷം ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേന് ഇതൊരു ന്യൂ ലോ ഈസ് ക്രിയേറ്റഡ്, എഗെയിൻ എ പുൾ ബാക്ക് ഈസ് ക്രിയേറ്റഡ് അല്ലേ. അപ്പോൾ ആ പുൾ ബാക്ക് സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ എടുത്തു. ഇതുണ്ടോ, ഇതൊരു പുൾ ബാക്കാണ്.
അതും സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ പി വി. ഓക്കെ, ആ പുൾ ബാക്കും സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ മിറ്റിഗേറ്റ് ചെയ്തു. സോ ഇനി നമുക്ക് ഇവിടെ പേടിക്കാതിരിക്കാം, ബിക്കോസ് ഈവൻ പുൾ ബാക്ക് ലൈൻ്റെ മുകളിലാണ് വരുന്നത്. സോ ഇതിൻ്റെ നമ്മളുടെ ആ ലൈൻ്റെ ഇവിടുത്തെ മൊമെൻറ്റം കണ്ടോ മാർക്കറ്റിൻ്റെ? ബിക്കോസ് ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കി ട്രേഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മളെ കൺവിക്ഷൻ കറക്റ്റാണ്. അതർവൈസ് എന്തിനാണ് ഈ 30 സെക്കൻഡ്സിൻ്റെ സ്ട്രക്ചറിൽ നോക്കുമ്പം എന്തിനാണ് ഇന്റേണലി പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഓൺ എ മൈനർ ടൈം ഫ്രെയിം? അപ്പോൾ നമ്മളിവിടെ 3 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറിൽ നോക്കുകയാണ്, യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. പുൾ ബാക്ക് ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. കേട്ടോ, ഇതുണ്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന പുൾ ബാക്ക് എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. സോ നമ്മൾ ചെയ്യുന്നത് ഇറ്റ്സ് എ സൂംഡ് ഇൻ ഫ്രാക്ടൽഡ് പെർസ്പെക്റ്റീവ് എന്ന് പറയാൻ പറ്റും നമുക്ക് മാർക്കറ്റിനെ പറ്റി, അല്ലേ? സൂംഡ് ഇൻ ഫ്രാക്ടൽഡ് മാർക്കറ്റ് പെർസ്പെക്റ്റീവ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ഈസ് ചേഞ്ച്ഡ്, നമ്മുടെ വ്യൂ എവറിത്തിങ് ഈസ് കറക്റ്റ്, ഓൺലി ഫ്രാക്ടലൈസിങ് ദ മാർക്കറ്റ് ടു സീ ദ റിയൽ ട്രെൻഡ്, അതിനകത്ത് നടക്കുന്ന വിത്തിൻ ഇൻസൈഡ് നടക്കുന്ന ട്രെൻഡിൻ്റെ സ്ട്രക്ചർ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം എൻട്രി എടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ 30 സെക്കൻഡ്സിൽ നോക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതുപോലെ കാണാൻ പറ്റില്ല പുൾ ബാക്ക് ക്രിയേഷൻ. അതിനുശേഷം മാർക്കറ്റ് ആ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യാൻ വരുന്നു, ഇവിടെ ഇത് ചെയ്യുന്നു, വീണ്ടും പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യാം. നമ്മളുടെ ആ മുകളിലത്തെ ഇതാണ് പുൾ ബാക്ക് ആണ് ഇവിടെ മാർക്കറ്റിൻ്റെ അതും കൂടെ ഒന്ന് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് താഴേക്ക് പോരും. സോ ഈ മുകളിലത്തെ പുൾ ബാക്കും കൂടെ ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബി ടേക്കൺ ഔട്ട്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് ഹെഡ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഏറ്റവും ഹയസ്റ്റ് റേഞ്ചിൽ നിന്ന് നമ്മൾ ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ട മൈനർ കൺഫർമേഷൻസ് നമ്മൾ എടുക്കണം. ഇൻ കേസ് നമ്മൾ തീർത്ത് പിടിച്ച എൻട്രി എടുത്തെന്ന് വിചാരിക്കുക, എങ്കിൽ പോലും നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിക്വന്റ് മൂവ്മെന്റിൽ മാർക്കറ്റിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ നാച്ചുറലി എല്ലാവരും പേടിക്കും. അപ്പോൾ നമ്മളവർക്കും ബുള്ളിഷ് ആണെന്ന് ഓർത്ത് നമ്മൾ പൊസിഷൻ ക്ലോസ് ഔട്ട് ചെയ്ത് കളയും. ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ ലോസ് വരുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ ബുള്ളിഷ് ക്യാൻഡിൽ, ഇറ്റ് ഈസ് എ ബുള്ളിഷ് ക്യാൻഡിൽ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ റിയൽ ബുള്ളിഷ് ക്യാൻഡിൽ. ആ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്ത് കണ്ടോ? അപ്പം ഇതാണ് ഇതിന്റെ ലോജിക് എന്ന് പറയുന്നത്. സോ മാർക്കറ്റിന്റെ പുൾ ബാക്ക് സ്വീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഡയറക്ഷൻ വിൽ ബി മേക്കിംഗ് എ യു ടേൺ. സോ ഇതെന്ന് പറയുന്നത് ഇപ്പം ഞാനിപ്പോൾ എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് വാട്ട് ഇസ് ദ ടൈം നൗ? ഇത് നമ്മുടെ നാട്ടിലത്തെ സമയമാണ് 8 മാർച്ച് 12:55, US ടൈം 13:26, അതായത് 1 മണി 1:30 മണിയായി അവിടെ. അപ്പം ഇതാണ് ലൈവ് മാർക്കറ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിനകത്തെ കറക്റ്റ് ഇതുണ്ട്. നമ്മളിപ്പം ഷോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് നമ്മൾ ഷോർട്ട് ചെയ്തിരിക്കുന്നത്? മാർക്കറ്റിൻ്റെ ഡൈനമിക്സ് കണ്ടോ? എന്ത് ഹെവി മൊമെൻറ്റത്തിലാണ് മാർക്കറ്റ് വരുന്നത്. സോ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം നമുക്ക് ഇവിടെ കിട്ടുന്ന കൺഫർമേഷൻസ് എന്താണെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഓപ്പോസിറ്റ് ഒരു ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആകണോ വേണ്ടയോ എന്നുള്ളത് സൂംഡ് ഇതുണ്ട് ഫ്രാക്ടൽഡ് ഔട്ട് പെർസ്പെക്റ്റീവിനകത്ത് നമുക്ക് കിട്ടും. അതാണ് ഇതിനകത്തെ കാര്യം. സോ ഇപ്പോൾ നമ്മുടെ പുൾ ബാക്ക് ലൈൻ ബോട്ടമാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പേടിക്കാനുള്ള കാര്യമില്ല. ഇതിൻ്റെ കാരണം ഇവിടുത്തെ ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിമിൻ്റെ പുൾ ബാക്ക് ഏരിയ ആണ്. അതിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പം പ്രൈസ് സസ്റ്റെയിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അതാണ് ഇതിനകത്തെ കാര്യം. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കി വേണം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനത്തെ സ്ട്രക്ചർ കാണുമ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈ ഒരു കംപ്ലീറ്റ് മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മൊമെൻറ്റം ബിക്കോസ് ഇത് പുൾ ബാക്ക് സ്വീപ്പിംഗ് മാത്രമേ ഉള്ളൂ. ഇത് ഫസ്റ്റ് പുൾ ബാക്ക്, ആക്ച്വലി ഇതാണ് പുൾ ബാക്കിൻ്റെ ഫസ്റ്റ് പുൾ ബാക്ക്. ഈ ഒരു ലെഗിൽ ഇവിടെ ഒരു ന്യൂ ലോ ഇസ് ക്രിയേറ്റഡ് ആൻഡ് എ പുൾ ബാക്ക് ഈസ് ക്രിയേറ്റഡ്. സെക്കൻഡ്ലി എ ന്യൂ ലോ ഇസ് ക്രിയേറ്റഡ്, അഗെയിൻ അനദർ പുൾ ബാക്ക് ഈസ് ക്രിയേറ്റഡ്. അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇവിടുത്തെ ഈ പുൾ ബാക്ക് സ്വീപ്പിംഗ് ആണ് മാർക്കറ്റിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. സോ അതിനുശേഷം മാർക്കറ്റ് വരും. സോ ഇനി മാർക്കറ്റ് നമ്മൾ ഈ ഒരു ലൈൻ മുകളിൽ കയറി പ്രൈസ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു ക്ലോസ് ഔട്ട് ദ പൊസിഷൻ ഓർ യു വെയിറ്റ് ടിൽ അണ്ടിൽ ദ ടാർഗറ്റ്. ഇതാണ് നമ്മുടെ, ബിക്കോസ് മാർക്കറ്റിന്റെ സീക്കിംഗ് ലിക്വിഡിറ്റി എന്ന് പറയും. സോ സീക്കിംഗ് ലിക്വിഡിറ്റി എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ എന്താണ് നമ്മളിവിടെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്? സോ ഓൺ എ ഗ്ലോബൽ ലെവൽ എന്താണ് ഇവിടെ ഇത്രയും മുകളിലേക്ക് മാർക്കറ്റ് ട്രാവൽ ചെയ്ത് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത്രയും ഏരിയയിൽ ഇത്രയും വരുമ്പോഴത്തേനും സോ ഇതിന് ബോട്ടം സൈഡിൽ ഇനിമേ നല്ല രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിൽ മുഴുവൻ ലോട്ട് ഓഫ് ഓർഡേഴ്സ് ആർ ദെയർ. സോ ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെയെല്ലാം ഈ ഒരു മൊമെൻറ്റത്തിലും ദീസ് ആർ ഓൾ ലിക്വിഡിറ്റി പോയിന്റ്സ്. സോ നമ്മളെ സംബന്ധിച്ച് നല്ല ടാർഗറ്റ് ഇവിടെ താഴെ വരെ ഉണ്ട്. സോ നമുക്ക് വെയിറ്റ് ഫോർ ദ ടാർഗറ്റ്, നമുക്ക് ടാർഗറ്റിലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതാണ് ഇനി അടുത്ത കാര്യം. സോ ഇവിടെ 30 സെക്കൻഡിൻ്റെ
ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും ഇനി വീണ്ടും മേ ബി പ്രൈസ് ഇവിടം വരെ കയറി വന്നിട്ട് ഇവിടെ ഒന്ന് സ്വീപ്പ് ചെയ്തിട്ട് താഴോട്ട് വീണ്ടും ഇവിടെ ഒന്നും കൂടെ വന്ന് ഇങ്ങനെ താഴോട്ട് വരുള്ളൂ. ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ. സോ സ്റ്റിൽ നമ്മൾ പ്രോഫിറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിനകത്ത് നമുക്ക് വറി ചെയ്യാനായിട്ടുള്ള കാര്യമൊന്നുമില്ല. സോ നമുക്ക് നോക്കാം. സോ ഇനി റെക്കോർഡിങ് കണ്ടിന്യൂസ് ഇട്ടേക്കാം. അപ്പോൾ ഇതിൻ്റെ ലോജിക്കാണ് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കൺഫർമേഷൻ കിട്ടിയേക്കുന്നത് ട്രേഡ് ഹോൾഡ് ചെയ്യണം, ഈ ഒരു ഹയസ്റ്റ് ലെവലിൽ ട്രേഡ് ഹോൾഡ് ചെയ്യണോ എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നത് 30 സെക്കൻഡ്സിലാണ്. ഈവൻ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ പോലും നമുക്കത് ഐഡൻറ്റിഫൈ, ബിക്കോസ് ഇത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, US മാർക്കറ്റിലെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അത്രയും കിട്ടത്തില്ല. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് 1 മിനിറ്റിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടും. ഈവൻ 30 സെക്കൻഡ്സിലാണെങ്കിൽ പോലും നമുക്ക് കൺഫർമേഷൻ കിട്ടും. സി ആ ഒരു ഏരിയ ഒന്ന് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ. സോ ഹോപ്പ്ഫുള്ളി നമുക്ക് ഈ ഒരു മൊമെൻറ്റത്തിൽ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ട്രേഡ് ക്ലോസ് ഔട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. എനിവേ നമുക്ക് നോക്കാം. ഇൻ ബിറ്റ്വീൻ BTC USDT നമ്മൾ ബിറ്റ് കോയിനിലെ ഒരു ട്രേഡ് നോക്കിയിട്ടുണ്ട്. അതും പ്രോഫിറ്റ് നിൽക്കുന്നു. എനിവേ ലെറ്റ്സ് സീ. 415 പോയിൻറ്റ്സോളായി. ഓക്കെ, അതിനിപ്പോൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്താൽ മതി, നോ പ്രോബ്ലം. ഓക്കെ, ഇതാണ്. ഇനി ഇപ്പോൾ ഒന്നും കൂടെ സ്വീപ്പ് ചെയ്യുമായിരിക്കും. ഇനി നമുക്ക് ടാർഗറ്റ് കിട്ടുമെന്ന് നോക്കുന്നു. ഇനി നമുക്ക് കണ്ടിന്യൂസ് ചെയ്യാൻ റെക്കോർഡിംഗ് ഇട്ടാക്കാം. ഇതിൻ്റെ ബാക്കി നമുക്ക് ഫുൾ ടാർഗറ്റ് എത്തുന്നിടം വരെയുള്ള റെക്കോർഡിംഗ് കണ്ടിന്യൂസ് ഇട്ടാക്കാം. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ റൈറ്റിംഗ് യുവർ കമൻറ്റ്സ്. അപ്പോൾ എങ്ങനെയാണ് മൈനർ ടൈം ഫ്രെയിമിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് വന്ന് നിന്നിട്ട് നമ്മൾ ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആണ്. ഇന്ന് 7 മാർച്ച്, ആക്ച്വലി ഇത് ഇന്ത്യൻ ടൈമാണ്, 7 മാർച്ച് ഇവിടുത്തെ ടൈം. അപ്പം രാത്രി 1 മണി ഇന്ത്യൻ ടൈം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ലൈവ് മാർക്കറ്റ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്, അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സി യു ഇൻ അനദർ വീഡിയോ. കമൻറ്റ്സ് എഴുതാൻ മറക്കരുത്.